എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻട്രോ ആയിരിക്കും ഇത്. എൻ്റെ പൊന്നു ഗൈസ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വരുന്നു. ഈ കാണുന്ന ജേസി ഗൈസ്, ആദ്യമായിട്ട് മറ്റേ തലവര സിനിമയ്ക്കകത്ത് അർജുന അശോകൻ JCB കയറി നിൽക്കുന്ന പോലെ ഞാൻ ദാണ്ട് പൊന്നു ഗൈസ്, നല്ല പേടിയുണ്ട്. താഴെ എനിക്ക് നോക്കുമ്പോൾ കാണാം കുറേ ആൾക്കാർ എന്നെ അവിടെ ഇവിടെ ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹാരിയർ അടക്കടപ്പുണ്ട്. എനിക്കറിയത്തില്ല ഗൈസ്, എനിക്ക് ഒന്നാമത് പനിയാണ്. ഈ പനിയിലും ഞാൻ ഇത്ര എക്സൈറ്റ്മെന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ്. ആ സിനിമയ്ക്കകത്ത് നല്ല പാട്ട്. ആദ്യത്തെ എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഇതുപോലൊരു മോഡിഫൈ ചെയ്തിട്ടുള്ള JCBയുടെ റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ ഞാൻ എയറിലായിരുന്നു, ഇപ്പോൾ ഞാൻ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സതീഷ JCB ഇന്ന് വരെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എൻ്റെ ഈ പുറകെ കാണുന്ന വണ്ടി, നമ്മുടെ റോഡിലും നമ്മുടെ പണിസ്ഥലത്തും പല സ്ഥലത്തും നമ്മൾ ഈ JCB, നമ്മൾ പണ്ട് കൊച്ചിലെ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നല്ലോ JCB. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇമാതിരി ഒരു JCB നിങ്ങൾ ഒരു കാരണവശാലും കാണാൻ ഇടയില്ല. ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് വൈറലാവുകയുണ്ടായി. അതിൽ പല ആൾക്കാരും ഈ JCB ഓട്ടം വിളിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഇതുപോലൊരു ക്യൂട്ട് JCB എങ്ങനെ അവർ പറമ്പിൽ ഇറക്കുമെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഓണറിനെ നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് JCB നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ വരൂ ഒളിച്ച് പുറകെ നിൽക്കാൻ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അനുസരിച്ചിട്ടുണ്ട്. ഹലോ, ഹായ്, എന്താണ് പേര്? അമൽ. ഓക്കെ, എവിടെയാണ് സ്ഥലം? ഇത് സ്ഥലം കൊല്ലം പാരിപ്പള്ളി. യെസ്. ആൻഡ് ഈ പുറകെ കാണുന്ന മുതൽ എങ്ങനെയാണ് ഈ മുതൽ ഇങ്ങനെയായത് എന്നുള്ള സ്റ്റോറിയാണ് അറിയേണ്ടത്. പറയൂ. ഇത് എടുത്തിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായി. 2014 വണ്ടിയാണ്. വർക്ക് ചെയ്തേക്കുന്നത് BRS ആണ്. ഓക്കെ. BRS ബസ്സിലെല്ലാം വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ സ്റ്റിക്കർ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം ആദ്യം. അപ്പൊ കാണിച്ചുകൊണ്ട് നമുക്ക് പറയാമല്ലോ. വണ്ടി ഇങ്ങനെ രൂപത്തിൽ കിടക്കുകയാണ്. മെയിനായിട്ട് ആദ്യം ചെയ്ത പണി എന്താണ് ഇതിനകത്ത്? മെയിനായിട്ട് ആദ്യം ചെയ്തത് സ്റ്റിക്കർ വർക്കാണ്. ഗൈസ്, നിങ്ങൾ നോക്കി കാണാം വണ്ടിയുടെ ബോണറ്റില് സ്പൈഡർമാൻ. എന്താണ് സ്പൈഡർമാൻ ഇൻസ്പയർ ആവാൻ കാരണം? കൊച്ചിലോട്ട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്, അങ്ങനെ കിട്ടതാണ്. ഓക്കെ, ഇനി വരൂ, അടുത്തടുത്ത് വരൂ. സൈഡിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാബിൻ, എനിക്ക് ക്യാബിനാണ് നിങ്ങളെ മെയിനായിട്ട് കാണിക്കേണ്ടത്. കാരണം ക്യാബിൻ്റെ അകത്ത് കുറേ അധികം സാധനങ്ങളുണ്ട്. മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ടോപ്പ് ലൈറ്റ്. എന്താണ് ബസ്സോ? ബസ് എടുക്കണമെന്നുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഒരു ഇഷ്ടം ഉണ്ടായതുകൊണ്ട് അങ്ങനെ വണ്ടി എടുത്തു ചെയ്തു. ആ ലൈറ്റ് ഒന്ന് ഓണാക്കി തന്ന നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ കാണാം ഫ്രണ്ടിൽ സാധാരണ JCBയുടെ മുകളിൽ പേര് എഴുതിയിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ പേര് RGBയിൽ കത്തുന്നുണ്ട്. മുകളിൽ എന്ത് ലൈറ്റാണ് അത് മുകളിൽ വെച്ചേക്കുന്നത്? സെയിം ബസ് വെച്ചേക്കുന്നത് സെയിം സാധനം. ഓക്കെ, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് ഇത് എന്ത് ലൈറ്റാണ് ഇത്? ഈ മോഡൽ അതും RGBയുടെ തന്നെ. ടോപ്പ് ലൈറ്റാ. ഇത് ഹെഡ് ലൈറ്റ് നമ്മളെ JCB നോർമൽ മോഡൽ വരുന്ന മാറ്റിട്ട് LED ആക്കി. ഇതൊക്കെ LED ആക്കി രാത്രിയോടെ പോകും. രാത്രി നല്ല വെട്ടായിട്ടുണ്ട്. രാത്രി വർക്ക് വരുമ്പോഴത്തേക്ക് LED ചെയ്തിട്ടുണ്ട്. ബാക്കും അത് കണക്ക് തന്നെ LED ചെയ്തിട്ടുണ്ട്. ആണല്ലേ? സാധാരണഗതിയിൽ ഈ JCB എന്ന് പറയുമ്പോൾ മണ്ണില് അഴുക്കിലൊക്കെ പോയി അങ്ങനെ സെറ്റപ്പ് ആണല്ലോ. പക്ഷെ ഇത് നല്ല ക്ലീൻ, ഭയങ്കര ക്ലീൻ. എല്ലാ ദിവസവും കഴി വൃത്തിയാക്കും വേണ്ടി കാർ കഴിവും. എല്ലാ ദിവസവും കഴി വൃത്തിയാക്കും. അത് ഈ പറഞ്ഞ പോലെ പറ്റ പാഷൻ ആ സാധനം ഉണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ അല്ലേ? അല്ല, എങ്ങനെയാണ് JCB എന്നുള്ള ഈ ഒരു ഫീൽഡിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലോട്ട് വരാൻ? കൊച്ചുനാൾ പോലെ JCB ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ +2 വരെ പോയായിരുന്നു. +2 കഴിഞ്ഞിട്ട് JCB പഠിക്കാൻ പോയി. അങ്ങനെ ഓപ്പറേഷൻ പഠിച്ച് അങ്ങനെ എടുത്തതാണ്. അല്ലെ, നമ്മള് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഇത് വേണമല്ലോ. പെട്ടെന്ന് ക്രൈസ് കൊണ്ട് തന്നെ എടുത്തതാ. ഒരു ടിപ്പറും ഉണ്ട്, വണ്ടികൾ വേറെ ഉണ്ട്. ഓക്കെ, അതെല്ലാം ഈ രൂപത്തിലാണോ? ഇതിപ്പോ ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആണല്ലേ? ഓക്കെ, ഇവിടെ ടിൻഡ് ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാണാൻ ഒരു ക്യൂട്ട് ലുക്ക് ഉണ്ട്. എല്ലാവരോടും പറയാനുള്ള സാധനം JCB, പണ്ട് തൊട്ട് നമ്മൾ JCB എന്ന് പറയുന്നത് ശരിക്കും JCB എന്നാണോ ഇതിന്റെ പേര്? JCB ഇതിന്റെ ബ്രാൻഡിന്റെ പേരാണ്. അതായത് കമ്പനിയുടെ പേര് ടാറ്റ മഹീന്ദ്ര എന്ന് പറയുന്ന പോലെ JCB ബ്രാൻഡിന്റെ. ഓക്കെ, അപ്പോ അതിന്റെ എക്സ്കവേറ്റർ നമ്മൾ വിളിക്കുന്നത് വേറെ ലോഡർ എന്ന് വിളിക്കാറുണ്ട്. ബാക്ക് ഓയിൽ ലോഡർ. ഓക്കെ, അത് ഇതിന്റെ പേര്. അതായത് ടെക്നിക്കൽ അങ്ങനെ പറയുന്നത്. എക്സ്കവേറ്റർ എന്നും പറയും, ബാക്ക് ലോഡർ എന്നും പറയും. പക്ഷെ എല്ലാരും JCB എന്ന് പറയാറുള്ളൂ. വേറെ ബോബ് കാറ്റിന്റെ മെഷീൻ ആയാലും
ഏത് മെഷീൻ വന്നു കഴിഞ്ഞാലും ബുള്ളുണ്ട്, വേറെ പല പല മെഷീനുണ്ട്. പക്ഷെ എല്ലാരും JCB എന്നേ പറയാറുള്ളൂ. നമുക്ക് ഇതിന്റെ അകത്ത് കയറാം ഗൈസ്. ഓക്കെ, അകത്ത് കയറാൻ എങ്ങനെയാണ് സ്റ്റെപ്പ്? ഇതുവഴി കയറണം. ഡോറ് നമുക്ക് എങ്ങനെ തുറക്കുന്നത് എന്നോട് കാണിച്ചു. ഡോർ ഇതിൽ വലിച്ചാൽ മതി. നമ്മള് കാറിലൊക്കെ അല്ലേ? ഓക്കെ, ഇതിങ്ങനെ ഇരുന്നോളൂ അല്ലേ? ഓക്കെ, സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടാ ഇതിന്. ഓ മൈ ഗോഡ്, ഇത് ടൂറിസ്റ്റ് ബസ്സിന്റെ ക്യാബിന്റെ സെറ്റപ്പ് ആയല്ലോ. കയറിയോ, ഇരുന്നോ? ഗൈസ് നോക്കിക്കോ എന്തൊക്കെയാ സംഭവം. സ്റ്റിയറിങ് ഇവിടെ റാപ്പൊക്കെ ചെയ്തിട്ട്, ലെതർ റാപ്പ് ചെയ്തിട്ട് സെറ്റ്. ഓ, ഇതിങ്ങനെ സോഫ്റ്റ് ആണോ? എത്ര ഉള്ളത് ആണല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ സൗണ്ട് കേൾക്കാം. ഓ, ഇങ്ങനെ ഉള്ളു അല്ലേ? മണ്ണിലായോണ്ട് ഇതിങ്ങനെ കടച്ചാൽ മതിയോ? ഓക്കെ. ഓക്കെ, AC സാധാരണ JCB ചെയ്യാറുണ്ടോ? കമ്പനി AC വരാറുണ്ട് മോഡൽ. ഇത് സെപ്പറേറ്റ് ചെയ്താ. ഓക്കെ, അപ്പൊ AC മൈലേജ് വ്യത്യാസം അങ്ങനെ വല്ലതും ഉണ്ടോ? എണ്ണയിൽ വ്യത്യാസം. മൈലേജ് കണക്ക് പറ കേക്കട്ടെ, അതാണ് അറിയേണ്ടത്. 2000 രൂപയുടെ എണ്ണയ്ക്ക് 4 മണിക്കൂർ വേണം. മണിക്കൂർ കണക്കാ? അത് നിന്ന് ഓടുന്ന പണിയാ. ഈ സാധനങ്ങൾ 10 മണിക്കൂറൊക്കെ ഓടണമെന്നുണ്ടെങ്കിൽ ഒരു 4000 രൂപയുടെ എണ്ണ ഒരു ദിവസം ഫുൾ. അതിനാണ് കണക്ക്. ഡെയിലി എത്ര രൂപയുടെ ടാങ്ക് ഉണ്ട്? എത്ര ലിറ്റർ? 14 ഇതൊക്കെ ഗൈസ്, ഈ വണ്ടിയിൽ വോക്കൽ ഓഡിയോ സിസ്റ്റം ചെയ്തിട്ടുണ്ട് JCBക്കകത്ത്. എന്തൊക്കെയാണ് പറയൂ? ഇതൊക്കെ എന്താ കൺട്രോൾസ് എന്തൊക്കെയാ? ഫാൻ ഉണ്ട്. ഇവിടെ സാധനം ഉണ്ട്. ഇങ്ങോട്ട് തിരിയോ. ആഹാ, ഇങ്ങനെ കറങ്ങി വരാം അല്ലേ? ഓ, 2 വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ ഗൈസ്, ഈ കാണുന്ന അതായത് ഓ ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇതെന്തിനുള്ള? പകുതി ഇതാ. ഈ കൈയുടെ ഇത്ര ഇതിനകത്തും വർക്കിംഗ് വരുന്നത്. ഓ, നൈസ് നൈസ് നൈസ്. കണ്ടാ, ഇത് പഠിക്കാൻ എത്ര നാളെടുത്ത് കാണും? ഞാൻ ഒരു കൊല്ലം കൊണ്ട് പഠിച്ചെടുത്തു. ഓ, നൈസ് നൈസ് നൈസ്. അപ്പൊ ഇത് എങ്ങോട്ടൊക്കെ എക്സ് പോലെ നേരെ ഇല്ല? നേരെ പിടിച്ച എന്ത് പറ്റും? ബ്ലോക്കാ? ഓ, ന്യൂട്രൽ മറ്റേ ഇതുപോലെ വർക്കാവും. ആണ് കറക്റ്റ്. എല്ലാം 8 പൊസിഷൻ ഉണ്ട്. ഒരെണ്ണത്തിൽ 4 എണ്ണം വെച്ച് 8 പൊസിഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടുന്ന് ഒരു POV നോക്കുമ്പോ ഒന്ന് അനക്കി കാണിച്ച്. ഓ, നൈസ് നൈസ്. ഇങ്ങനെയാണല്ലേ? അപ്പൊ ഇതിന്റെ സർവീസിനെ കുറിച്ച് പറയും. എങ്ങനെയാണ് ഇതിന്റെ സർവീസ് ഒക്കെ? ഇതിന്റെ സർവീസ് ഷോറൂം മെക്കാനിക് വരും. അവിടെ കൊട്ടാരക്കര ഷോറൂം ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് മെക്കാനിക് ഷോറൂം. മെയിൻലി എന്തുവാ സർവീസ് ഉള്ളത്? മെയിൻലി എന്തൊക്കെ ചെയ്യണ്ടേ? ഓയിൽ മാറണം. 500 മണിക്കൂറാകുമ്പോൾ ഓയിൽ സർവീസ് ഉണ്ട്. പിന്നെ ഹൈഡ്രോളിക്, അതൊക്കെ മണിക്കൂർ മാറുന്നെല്ലാം ഓടുന്നതനുസരിച്ച് വരും. ഓയിലാണ് മെയിനായിട്ട്. ഓയിലും ഫിൽറ്ററും. പിന്നെ ഓസൊക്കെ പെട്ടുമ്പോഴത്തേക്ക് ഓസ് പെട്ടൊക്കെ സീല് പോകാറുണ്ട്, കംപ്ലൈന്റുകൾ വരാറുണ്ട്. അതൊക്കെ ചെയ്യും. അതൊക്കെ തന്നെ ചെറിയൊരു പണി ആയാലും ഒരു 10,000 പോകും. റൂഫിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു കാറിന്റെ കൂട്ടോ? റൂഫ് ഇത് ടോപ്പ് ഇങ്ങനെ കമ്പനിയിൽ നിന്ന് വരുന്ന മോഡലായിരുന്നു. റൂഫ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. റൂഫ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കൊള്ളാം ഗൈസ്. ആദ്യമായിട്ട് ഒരു JCBക്ക് അകത്ത് കയറുന്നതും അതും ഇതുപോലത്തെ JCB ആയത് സന്തോഷം. ഓക്കെ, ഇനി ഫ്രണ്ടിലത്തെ അത് എങ്ങനെ പൊക്കുന്നത്? അതിന്റെ കൺട്രോൾസ് എവിടെ? ഓ, ഇതാണല്ലേ ബ്രേക്കും. ഇതെന്തൊക്കെയാ? ആക്സിലേറ്റർ രണ്ടും ബ്രേക്ക് തന്നെ? ഇത് മാനുവലാണോ? ഇതെന്താ ഇത്? അതായത് ഇത് ഓ, നൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഇതാണ് ഓപ്പൺ ഗ്ലാസ്. ഇതൊന്ന് തിരിഞ്ഞു പോയാ? പിന്നെ ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഉള്ളതാണ്. ഇത് ഫ്രണ്ടിലോട്ട് ഇടുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകും. ഇതാണ് ഗിയർ. ഗിയർ ഇവിടെ വേറെ 4 ഉണ്ട്. പക്ഷെ ക്ലച്ച് ഇല്ല. കാറിന് ക്ലച്ച് ഇല്ല. ഓ, ചുമ്മാ ഇട്ടാ മതി. എത്ര സ്പീഡ് വരെ റോഡിൽ കൂടെ പോയത്?
40 പോകത്തുള്ളൂ. മാക്സിമം സ്പീഡ് 30 ആണോ? 40. സെൻസർ വണ്ടിക്കൊക്കെ പുതിയ മോഡൽ വണ്ടിക്കൊക്കെ 40 കയറുന്നുണ്ട്. ഓ സ്പീഡോമീറ്ററിൽ 30 ഉള്ളു അല്ലേ? RPM ആണ്. ഇത് RPM കാണിക്കുന്നില്ല. നമ്മളൊരു 1500 RPM പോകാറുള്ളൂ. ഇതൊക്കെയാണ് അകത്തെ വിശേഷങ്ങൾ. വോക്കൽ എന്ന് കേട്ടാലോ? വോക്കൽ പകരം നൽകും മുന്തിരി വരുമ്പോൾ കാതിനു തേന്മഴയും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. വെളി നല്ലപോലെ കേൾക്കാവുന്നു. ഓട്ടോഷോയ്ക്കൊക്കെ പോവല്ലേ? കല്യാണത്തിന് പോയിട്ടുണ്ട്. സെറ്റ്